മുല്ലപ്പെരിയാർ വീണ്ടും വിഷയമായി തീർന്നിരിക്കുകയാണ്. സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. മറ്റൊന്നുമല്ല, തർക്കമുണ്ടായിരിക്കുന്ന ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സുപ്രീം കോടതിയിൽ അവിടെ പറഞ്ഞു തീർക്കേണ്ട കാര്യം മാത്രമല്ല, അതിനപ്പുറം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുന്നേ സുപ്രീം കോടതി ഈ മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ ഒന്നുകൂടി സജീവമാകുന്നത് നല്ല ലക്ഷണമാണ്. കാരണം അത് ചർച്ച ചെയ്യാതെ പോകുന്നൊരു വിഷയമായി കിടക്കുന്നതാണ്. പക്ഷേ എൻ്റെ ആശങ്ക അതല്ല. നേരത്തെ ജസ്റ്റിസ് ആനന്ദും നമ്മുടെ കെ.ടി. തോമസ് ജസ്റ്റിസ്, കേരളത്തിന് വേണ്ടി ജസ്റ്റിസ് കെ.ടി. തോമസും ഒക്കെ മുൻ ജസ്റ്റിസ്, അങ്ങനെ ഒരുപാട് ആളുകൾ വെച്ചുള്ള വലിയൊരു കമ്മിറ്റി ഒരു പഠന റിപ്പോർട്ടൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ വീണ്ടും സുപ്രീം കോടതി സ്ക്വയർ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണോ? രണ്ട് സ്റ്റേറ്റും കൂടി ചർച്ച ചെയ്യുമോ, സംസാരിക്കുമോ? ഇങ്ങനെ രണ്ട് സ്റ്റേറ്റും കൂടി സംസാരിച്ചുകൊണ്ട് തീരുമോ എന്നുള്ളതാണ് വിഷയം. സെൻട്രൽ വാട്ടർ കമ്മീഷനുണ്ട്, ഡാം സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, ഇന്ത്യയിൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷനുണ്ട്. അവർക്കും ഇതിൽ വലിയ സേ ഉണ്ട്. ഇതിൻ്റെ സുരക്ഷിതത്വത്തിലും മറ്റു കാര്യങ്ങളും വലിയ സേ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരണ്ടേ? 3 പേരും കൂടി ചേർന്നൊരു യോഗം ചേരണ്ടേ? അതുപോലെ തന്നെ ഒരു ആർബിട്രോ അല്ലെങ്കിൽ വെളിയിൽ നിന്നൊരു തേർഡ് പാർട്ടി മോഡറേറ്ററോ ഒക്കെ വെച്ച് ചേർന്നില്ലെങ്കിൽ ഇവർ രണ്ട് കൂട്ടരെ വാദവും പറഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഡാം സുരക്ഷിതമല്ല, പുതിയ ഡാം വേണം. ഇതാണല്ലോ കേരള സർക്കാരിൻ്റെ ഡിമാൻഡ്. പുതിയ ഡാം വേണം എന്നുള്ളതാണ് ഡിമാൻഡ് വയ്ക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനിടയിൽ ഒരു ടണൽ വിഷയം കയറി വന്നിട്ടുണ്ട്. അവിടെ ഒരു ടണൽ കെട്ടിയാൽ മതി, പ്രശ്നം തീരുമെന്ന് നമ്മുടെ ശ്രീധരൻ സാറിനെ പോലുള്ളവർ, മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലുള്ളവർ പറയുന്നത് ടണൽ ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാമെന്ന്. അപ്പോൾ 2 ഓപ്ഷൻ കിടക്കുന്നു. ഒന്ന് ഡാം പുതുക്കുക, ടണൽ കെട്ടുക, നമ്മുടെ ഡിമാൻഡ്. ഏതെങ്കിലും 2 ഓപ്ഷൻ. കാര്യം ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷൻ, ഒന്ന് ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്ന ഓപ്ഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഡാം, പുതിയ ഡാമിനെ കുറിച്ച് അവർക്ക് വിഷയമൊന്നുമില്ല. അവർ ഡാം വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അതിൻ്റെ മെയിൻ്റെനൻസ് നടത്താം. ഇതിലാണ് തമിഴ്നാട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു വലിയ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളിപ്പോൾ കേരളീയരെയാണല്ലോ ബോധവൽക്കരിക്കുന്നത്. തമിഴ്നാട്ടിൽ വെള്ളം എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്, രാഷ്ട്രീയ വിഷയമാണ്. അവർക്ക് 2 വിഷയങ്ങളിലേ ഉള്ളൂ അവർക്ക് ഏറ്റവും കൂടുതൽ വൈകാരികം. ഒന്ന് ഭാഷ, മറ്റൊന്ന് വെള്ളം. തമിഴ് ഭാഷ ആരെങ്കിലും വെള്ളം പറഞ്ഞാൽ അവർ അപ്പം റെഡിയാക്കും. വേറെ പിന്നെ അവർക്ക് ദൈവത്തെ പറഞ്ഞാൽ പോലും അവർക്ക് വലിയ വിഷയം. ഇപ്പോൾ വീണ്ടും അത് പ്രശ്നമായിട്ടുണ്ട് ഭാഷ. രണ്ടാമതാണ് അവർക്ക് അമ്മയേക്കാൾ അവർ സ്നേഹിക്കുന്നതാണ് അവർ ഭാഷയെ. രണ്ടാമതാണ് അവർക്ക് വെള്ളം. കാരണം വെള്ളം അവർ കാരണമുണ്ട്. ദാരിദ്ര്യം, പട്ടിണി എല്ലാം കിടന്നൊരു ജനതയാണ്. ഈ മുല്ലപ്പെരിയാറൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും പലായനം ചെയ്തു പോകുന്ന വല്ലാത്തൊരു നാടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് വെള്ളം അവർക്ക് വലിയ വൈകാരിക വിഷയമാണ്, പൊളിറ്റിക്കൽ വിഷയമാണ്. ഡാം കെട്ടാമെന്ന് ഇപ്പോൾ DMK-കാർ സമ്മതിച്ചാൽ ADMK-കാർ വിടത്തില്ല. അവിടുത്തെ വേറെ പാർട്ടികളുണ്ടല്ലോ, BJP, ADMK ഒക്കെ ഉണ്ട്, വേറെ ഒരുപാട് പാർട്ടികൾ, അവർ വിടത്തില്ല. നമ്മളുമായിട്ട് പുതിയ കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞാലും അവർ വിടത്തില്ല. നമ്മൾ പറയുന്നത് എന്താണ്? പുതിയ ഡാം, പുതിയ കരാർ. പുതിയ കരാർ എന്ന് പറയുമ്പോൾ എന്താണ്? കാലാകാലങ്ങളിൽ അപ്പം വർഷം വയ്ക്കുമോ? വീണ്ടും ചോദ്യമുണ്ട്. ഇനി വേറെ ഇതിൻ്റെ ടെക്നിക്കലായിട്ട് നല്ല രസകരമായ ചില ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും ആരും ചോദിക്കുന്നില്ല എന്നാണ് വെച്ചത്. ഞാൻ മുല്ലപ്പെരിയാർ വിഷയം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 999 വർഷത്തേക്കല്ലേ കരാർ വെച്ചത് നേരത്തെ. ഇനിയിപ്പോൾ ഡാം പണിതെന്ന് വെച്ചോളൂ. ഡാം പുതിയത് പണിത് നമ്മൾ, കേരള സർക്കാരിൻ്റെ ഡിമാൻഡ് അതാണ്. പുതിയത് പണിതാൽ ആ ഡാമിൻ്റെ ആയുസ് വെച്ചുകൊണ്ട്, അതിന് ആയുസുണ്ടല്ലോ, അതിനൊരു 50 വർഷം, അതിനൊരു ആയുസുണ്ട്. ആയുസ് വെച്ചുകൊണ്ട് 999 വർഷത്തെ കരാർ എങ്ങനെ പുതുക്കി കൊടുക്കും? അല്ല, അപ്പോൾ പഴയ കരാർ അല്ല സാർ, എൻ്റെ ചോദ്യം, ഈ കെട്ടിടം, ഇപ്പം ഇരിക്കുന്ന കെട്ടിടം മോശം, എനിക്ക് തന്നിരിക്കുന്ന കെട്ടിടം മോശം. അപ്പം ഞാൻ പറയുന്നത് പുതിയ കെട്ടിടം വെച്ച് തരാം. ശരി, പുതിയ കെട്ടിടം വെച്ചു. പുതിയ കെട്ടിടം വയ്ക്കുമ്പോൾ പുതിയ കരാറാണോ അതേ പഴയ കരാറാണോ? പുതിയ കരാറല്ലേ. പുതിയ കരാർ എത്ര വർഷത്തേക്ക്? 999 കുറഞ്ഞാൽ അവർ വിടുമോ നമ്മളെ? അല്ല, വീണ്ടും ആ 999 തന്നെ വേണമെന്നില്ലല്ലോ. അത് അവർ വിടുമോ? ആരെങ്കിലും വിടുമോ? അവർക്ക് സേഫായിട്ട് നിൽക്കുന്നില്ല. 999 എന്ന് പറഞ്ഞ് സേഫായിട്ട് നിൽക്കണം 100 വർഷത്തേക്ക് ആരെങ്കിലും സമ്മതിക്കും? അതെന്താണ്? അതേതെങ്കിലും സ്റ്റേറ്റ് സമ്മതിക്കും? നമ്മളെ സമ്മതിക്കും? ചേട്ടാ, 999 വർഷത്തേക്ക് ഒരു കരാർ ഇരിക്കണം, പുതിയ കെട്ടിടം പുതുക്കിയിട്ട് അത് 100 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഇനി 999 വർഷത്തേക്ക്, 100 വർഷത്തേക്ക് ആയുസുള്ള, 150 വർഷം ആയുസുള്ള ഒരു കെട്ടിടവും അല്ലെങ്കിൽ ഒരു ഡാമും കെട്ടി വെച്ചിട്ട് അതിന് 999 വർഷത്തേക്ക് പുതുക്കി കൊടുക്കാൻ പറ്റും? അതിന് 150 വർഷം കഴിഞ്ഞു, 130 വർഷം കഴിഞ്ഞു, ബാക്കി 750 വർഷത്തേക്ക് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഏത് എഞ്ചിനീയർ ഒപ്പിടും? ഏത് ചീഫ് സെക്രട്ടറി ഒപ്പിടും? 150. അതേ, ഇനി വേറെ കഥയുണ്ട്. ഈ ഡാം പൊളിഞ്ഞു, 150 വർഷം കഴിഞ്ഞ് ഇത് ഇപ്പം പൊളിഞ്ഞതുപോലെ, ഇപ്പം അപകടം വരുന്നത് പോലെ 150 വർഷം കഴിയുമ്പോൾ അതും പഴയതാവും എന്ന് വെച്ചോ, വീണ്ടും ഒന്നുകൂടെ കെട്ടിക്കൊടുക്കുമോ? അങ്ങനെ 950 വരെ അല്ലെങ്കിൽ 999 വർഷം വരെ 8-10 ഡാമുകൾ കെട്ടി
സർക്കാരിൻ്റെ ഖജനാവ് തീർത്തുകൊണ്ട് വെള്ളം കൊടുക്കുമോ? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം. പിന്നെ ഈ വിലയ്ക്ക് കൊടുക്കുമോ? പുതിയ ഡാം കെട്ടുമ്പോൾ ചിലവൊക്കെ ഇല്ലേ സാറേ? അതനുസരിച്ച് വെള്ളത്തിന് അതിനകത്ത് മാറ്റം വരും. താരിഫ് മാറൂലേ? അതവർ സഹിക്കുമോ? ഇനി ഇപ്പം വൈദ്യുതി എടുക്കുകയാണ് അവർ. ഇതിൽ നിന്ന് വെള്ളം കൊണ്ടേ വൈദ്യുതി ഉണ്ടാക്കുകയാണ് കുറഞ്ഞ ചിലവിൽ. പുതിയ ഡാമിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സമ്മതിക്കുമോ വെള്ളത്തിൽ നിന്ന്? അങ്ങനെ പുതിയ ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിച്ചാൽ അതിന് ഏത് റേറ്റിൽ താരിഫ്? സാർ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിളല്ല വിഷയം. അപ്പോൾ ഇതിനകത്ത് തമിഴ്നാടിന് താല്പര്യമില്ല, ഒരു കാരണവശാലും താല്പര്യം വരില്ല. ഇനി അവർ താല്പര്യപ്പെട്ടാലും പ്രശ്നങ്ങൾ വഷളാവേ ഉള്ളൂ. 999 വർഷത്തേക്ക് എങ്ങനെയാണ് ഇത് കരാർ പുതുക്കി കൊടുക്കുന്നത്? അപ്പം പറഞ്ഞ ടണലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കുറച്ചുകൂടി മെച്ചമല്ലേന്ന് തോന്നി. 999 വരെ അങ്ങനെ നിൽക്കട്ടെ, കൊണ്ടുപോകണ വർഷം വരെ കൊണ്ടുപോകാം. അങ്ങോട്ട് തള്ളിയില്ല പീസ് മേക്കറിൽ ഐസ് യൂണിറ്റ് കിടത്തും പോലെ ഒരു ടണലൊക്കെ കെട്ടി കൊണ്ടുപോകണ വർഷം കൊണ്ടുപോകാം അങ്ങോട്ട്. അത്രയേ ഉള്ളൂ, അത്രേ പറ്റുള്ളൂ. നമുക്ക് വലിയ കുരുക്കിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. 999 വർഷത്തേക്ക് ഒരു കരാർ കൊടുക്കുക, 130 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ട്രക്ചർ മോശമാണെന്ന് പറയുക, വീണ്ടും സ്ട്രക്ചർ മാറ്റിപ്പണിയണമെന്ന് പറയുക, നമ്മൾ ഡിമാൻഡ് ചെയ്യുക. മാറ്റിപ്പണിയുമ്പോൾ ഞാൻ ചോദിച്ച ബേസിക് ചോദ്യങ്ങളുണ്ട്. എത്ര വർഷത്തേക്ക് കരാർ? ഏത് റേറ്റിൽ വെള്ളം കൊടുക്കും? അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? ഇത് ഏതിലെങ്കിലും ഒരു കുറവ് വന്നാൽ, 999 ഒരു കുറവ് വന്നാൽ, വെള്ളം കൊടുക്കണ താരിഫ് കൂടിപ്പോയാൽ, വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ താരിഫ് കൂടിപ്പോയാൽ, വൈദ്യുതി ഉണ്ടാക്കരുതെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ തമിഴ്നാട് വിടുമോ നമ്മളെ? കാരണം അവർ സേഫ് സൈഡിലാണ് നിൽക്കുന്നത്. സേഫർ സോണിൽ നിൽക്കുന്നവർ നമ്മളെ വിടുമോ? അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ പൊളിറ്റിക്കലി അവർക്ക് നഷ്ടം വരില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരും ജയിക്കും അവിടെ. അങ്ങനെ സ്റ്റേറ്റിനോട് ഒരു കോംപ്രമൈസ് അവർ ചെയ്താൽ, തമിഴ്നാട്ടിലെ DMK സ്റ്റാലിൻ ചെയ്താൽ, സ്റ്റാലിൻ ജയിക്കുമോ? ഇനി അവിടെ ആയുഷ്കാലം ജയിക്കുമോ? ജനങ്ങൾ വോട്ട് ചെയ്യുമോ? സ്റ്റേറ്റിൻ്റെ വിരുദ്ധനായി മാറില്ലേ പുള്ളി? നമ്മളൊക്കെ പറയുമ്പോൾ അത്ര ഈസി അല്ല ഈ വിഷയം. അപ്പോൾ പിന്നെ ചർച്ച ചെയ്യണം. എങ്ങനെ 3 കൂട്ടരും കൂടി, കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ വന്ന്, സെൻട്രൽ വാട്ടർ കമ്മീഷനും ഒക്കെ വന്ന് 3 കൂട്ടരും കൂടി ചർച്ച ചെയ്ത് പിന്നെ പുതിയ ഡാം വേണോ, അല്ലെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതിയോ? അപ്പോഴും മുല്ലപ്പെരിയാർ ആരുടെ കൈവശം? ഇപ്പം ഇരിക്കുന്ന തമിഴ്നാടിൻ്റെ കൈവശം സമ്പൂർണ്ണമായിട്ട്. നമ്മളെ സ്ഥലം അവരുടെ കെട്ടിടം. അതൊക്കെയല്ലേ ഉപദ്രവം സാറേ. ജോയിൻറ്റ് കമ്മിറ്റി പോലും ഇല്ല. ഒരു സൂപ്പർവൈസറി കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, അല്ലാതെ ഒരു പിന്നെ മെയിൻ്റനൻസ് കമ്മിറ്റി ഇല്ല, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കമ്മിറ്റി ഇല്ല. സൂപ്പർവൈസറി കമ്മിറ്റി പോലത്തെ കമ്മിറ്റിയേ ഉള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും, 2 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലൊരു ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കമ്മിറ്റി ഉണ്ടാവണം, ONM കമ്മിറ്റി ഉണ്ടാവണം. ആ കമ്മിറ്റി എന്ത് ചെയ്യണം? കാലാകാലങ്ങളിൽ ഇത് പരിശോധിക്കണം. ആ കമ്മിറ്റി വേണം പരിശോധിക്കാൻ പുതിയ ഡാമിൻ്റെ സാധ്യത. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പുതിയ ഡാം വേണം, അപ്പുറത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഡാം പറ്റൂല. എങ്ങനെ ശരിയാവുന്നത്? അപ്പോൾ ഇപ്പോൾ ഈ മീറ്റിംഗ് ചേരുന്നത് നല്ലതാണ്. ഇവർ മീറ്റിംഗ് ചേർന്ന് തീരുമാനിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഞാൻ ആശങ്ക വെച്ച് പറയുകയല്ല, എന്നാലും അവർ ഈ ഡാം സേഫാണോ? അല്ല, ഇപ്പം സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണം എന്നുള്ളത്. അതിനകത്ത് അത് എത്ര കണ്ട് ഇതിനകത്ത് വിജയമാകുമെന്നുള്ളത് അറിയത്തില്ല. അതേ വിജയമാകണമെങ്കിൽ അല്ലെ കോടതി ഇതിനു മുമ്പ് ആവശ്യപ്പെട്ട കമ്മിറ്റിയൊക്കെ വെച്ചതല്ലേ സാറേ? പല റൗണ്ട് കോടതി ആവശ്യപ്പെട്ടു, കമ്മിറ്റി വെച്ചു, ആ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നു, ആ കമ്മിറ്റി കുറേ ശുപാർശകൾ വെച്ചു. അതൊന്നും നടന്നില്ല സാറേ. ഇനി എനിക്ക് മനസ്സിലാവാത്തത് കോടതി എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റുകളോട് ഇങ്ങനെ ഡാം സേഫ്റ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം കോടതി എന്തുകൊണ്ടൊരു സ്വതന്ത്ര ഏജൻസി വെച്ച് അന്വേഷിക്കുന്നില്ല ഡാമിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ച്? അങ്ങനെ ഉണ്ടല്ലോ. അല്ല, അത് സംസ്ഥാനം അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് അതെന്താ കുഴപ്പം? എന്താ തമിഴ്നാട്ടിന് വേണ്ടി അന്വേഷിച്ചവർ പറഞ്ഞ എന്താണ്? സേഫാണെന്ന്. നമുക്ക് വേണ്ടി അന്വേഷിച്ചവരെന്താ പറഞ്ഞ്? അത് എന്ത് സംഭവം? അതെങ്ങനെയാണ്? ഇതൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് സാറിന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ എഞ്ചിനീയറായ സാറ് പഠിച്ചപ്പോൾ ഇത് മോശം, ഞാൻ പഠിച്ചപ്പം കൊള്ളാം. നമ്മൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്. അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയങ്ങൾ. അപ്പോൾ 2 കൂട്ടരും കളയണം. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസി, ഇന്ത്യ എന്നുള്ള ഏജൻസികൾ സ്വാധീനിക്കപ്പെടുമെങ്കിൽ 1 2 ഇൻ്റർനാഷണൽ ഏജൻസിയും കൂടെ വച്ച് ആര് പഠിക്കാനൊരു കമ്മിറ്റി വയ്ക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ഏജൻസികളെ 2-3 എക്സ്പെർട്ടുകളെയും കൂടെ വെച്ച്, ഡാമിൻ്റെ എക്സ്പെർട്ടുകളൊക്കെ ഉണ്ടല്ലോ അന്താരാഷ്ട്ര തലത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ എക്സ്പെർട്ടുകളെ വെച്ച് ഒരു പഠനം നടത്തണം. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് 2 സ്റ്റേറ്റുകളോട് അംഗീകരിക്കാൻ ആര് പറയണം? സുപ്രീം കോടതി പറയണം. പക്ഷെ പറയാൻ കോടതിക്ക് പേടിയുണ്ട്. ജല്ലിക്കെട്ടിൻ്റെ അനുഭവത്തിൽ കൈപൊള്ളി ഇരിക്കുകയാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ. അതെ,
അതുകൊണ്ട് വളരെ ഈ ജഡ്ജിമാരും മനുഷ്യരല്ലേ. ശബരിമല ഇപ്പോൾ എടുക്കുന്നില്ലല്ലോ, ചില വിഷയങ്ങൾ നിങ്ങൾ എടുക്കാക്കൂല, ജനങ്ങളെതിരെ എടുക്കാനും നോക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ട, നടക്കാൻ പോകുന്നൊരു മീറ്റിംഗ് എന്ത് വരട്ടെ, വളരെ പോസിറ്റീവായി വരട്ടെ, നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആഗ്രഹിക്കാം. പക്ഷേ അനുകൂലമായി വരുമ്പോൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷനാണ്, കംപ്ലീറ്റ് കോംപ്ലിക്കേഷനാണ്. തൊണ്ട് ചൊറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുന്ന തരം ഗുഹ പോലെയാണ്. ഓരോന്നും അഴിക്കാൻ നോക്കുമ്പോൾ അടുത്ത കുരുക്കാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.